അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ കാന യൗമുൽ ഖിയാമത്തി യജീഉ ഖൗമുൻ ലഹും അജ്നിഹത്തുൽ കഅജ്നിഹത്തി തയ്ർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവരുണ്ടല്ലോ പറവകളെ പോലെ പറന്നു പോവുകയാണ്, പറവകളെ പോലെ പറക്കുകയാണ്. പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങൾ ഇരിക്കുകയാ. ആ സമയത്തതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാണ്, മൻ അൻതും, നിങ്ങളാരാ? അവിടെന്ന് പറയുകയാണ്, നഹ്നു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമാണ്. ആ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കും, ഹൽ റഅയ്തു ഹിസാബ്, നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഹൽ റഅയ്തു സിറാത്ത്, നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? അല്ലാഹുവേ, പടച്ചവന്റെ കോടാനുകോടി വർഷത്തെ നീളമുള്ള സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? അല്ലാഹുവേ, ആ സമയത്ത് മലക്ക്, ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ ഖബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ്. അവർ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, അവര് പറയുകയാണ്, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാണ്. എന്തേ അതിനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ? രഹസ്യമായി നോമ്പ് പിടിച്ചവരെ. ജനങ്ങള് നോമ്പുകാരനെന്ന് പറയാനല്ല, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി 14 മണിക്കൂർ പട്ടിണി ഇരുന്നവരെ. നീ നാളെ പറവകളെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറന്ന് സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസം കടന്നു വന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കാത്ത മനുഷ്യ, നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസത്തിലെ പടച്ചവനെ, സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടിൽ വഴക്കാട്, എന്നെ കൂടെ നോമ്പ് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ, അല്ലാഹുവേ, കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ. കാഫിരീങ്ങളിൽ പലരും റമളാൻ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട്. ഈ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബൈനനാ അന നായിമുൻ അതാനി റജുലാൻ. അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുമ്പോ 2 മലക്കുകൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് 2 മലക്കുകൾ കടന്നു വരികയാ. പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കേറാൻ കഴിയാത്ത കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കേറാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കൊണ്ട് കഴിയൂല, ഇന്നീലാ ഉതീഖുഹു, എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല. മലക്കുകൾ പറയുന്നു, നബിയേ, ഞങ്ങളെ സഹായിക്കാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ്. പ്രവാചകന് മുകളിലേക്ക് കേറി ചെല്ലുമ്പോ, ഇതാ ബിഅസ്വാതിൻ ശദീദ്,
ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ, ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിക്കുകയാ, ആരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ, ഇവരാരാ? ആ സമയത്ത് പറയുന്നു, ഹാദാ ഉവാനു അഹ്ലിന്നാർ, നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദമാ നബിയേ. അള്ളാന്റെ റസൂല് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ, കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിനകത്ത് അവനെ തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അവന്റെ വായതാ, അവന്റെ കവിളുകൾ വലിച്ചു പറിക്കുകയാണ്. അവന്റെ വായിക്കകത്തുകൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ കിടന്ന് വിളിച്ചു കൂവുകയാണ്. അള്ളാന്റെ റസൂലുണ്ടല്ലോ. അവിടെന്ന് ചോദിക്കുന്നു, ആ മലക്കുകളോട് ചോദിക്കുകയാണ്, മാഹാദാ, ആരാണ് ഈ വിഭാഗമാരാ? അള്ളാന്റെ റസൂല് ചോദിച്ചു, ഈ മനുഷ്യനാരാ? ആ സമയത്ത് പറയുന്നു, നബിയേ, ഹൗലാഇല്ലദീന യുഫ്തിറൂന മിൻ ഖബിൻ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവനാ നബിയേ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവനാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കൂടപ്പിറപ്പുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, ഈ ഏറ്റവും വലിയ വ്യഭിചാരിയുണ്ടല്ലോ, അവനെക്കാളും വൃത്തികെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമളാൻ മാസമായിട്ട് പോലും നന്നാവാത്തവൻ, റമളാൻ മാസമായിട്ട് പോലും നോമ്പ് പിടിക്കാത്തവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനേക്കാൾ, ഏറ്റവും വലിയ വ്യഭിചാരിയേക്കാൾ വൃത്തികെട്ടവനാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ടാ അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഈ സമുദായത്തിന് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ആ ദുർഗന്ധം അല്ലാഹുവിന്റെ മുന്നിൽ കസ്തൂരിയെക്കാളും വാസനയാണ്. മൂന്നാമത്തെ മഹത്വമെന്തേ? അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാമത്തെ മഹത്വമെന്തേ? ഫഇന്നൽ മലായികതി തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. എന്റെ പ്രിയമുള്ളവരെ, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള കോടാനുകോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, കിടന്നുറങ്ങുമ്പോ, കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ, റോഡിലൂടെ നടന്നു പോകുമ്പോ, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ, അല്ലാഹുവേ, 24 മണിക്കൂർ രാവും പകലും മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റമളാനിൽ ദുആ ചെയ്താ റബ്ബ് വെറും കൈയോടെ മടക്കൂല. റമളാനിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്, ആര് റമളാൻ മാസത്തിൽ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവൻ ആകാശ ലോകത്തുള്ള കോടാനുകോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന, മലക്കുകളെ, ഇനി 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട.
ഇനി 30 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട, എന്നെ വാഴ്ത്തണ്ട, എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. ഇനി 30 ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ? അല്ലാഹുവേ, റമളാൻ മാസത്തിലെ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമ ദുആ ചെയ്യുമ്പോ ആമീൻ, ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ